പ്രശാന്തേ, ഈ നമ്മുടെ വയനാട്, പാലക്കാട്, ചേലക്കര തീർന്നല്ലോ. ആ വലിയ ആകാംക്ഷയും കോലാഹലങ്ങളൊക്കെ ഇന്നത്തോടുകൂടി അവസാനിച്ചു. ഒരുപാട് മുഖങ്ങളിൽ നിരാശ പരന്നു, ഒരുപാട് പേര് ആഹ്ലാദത്തിൻ്റെ പൂത്തിരി കത്തിച്ചു. ഏതായാലും ഇന്നത്തോടുകൂടി ആ കോലാഹലം അവസാനിക്കുകയാണ്. ഇതെല്ലാം അവസാനിക്കുമ്പോഴും പരസ്പരമുള്ള ആക്ഷേപങ്ങളുണ്ട്, കുറ്റം പറയലുണ്ട്, ഏറ്റുപറയലുണ്ട്. അതൊക്കെ എല്ലാം എന്തായാലും അതിനൊന്നും അധികം ആയുസില്ല. പക്ഷേ ഇതെല്ലാം കഴിയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ നിന്ന്, പ്രത്യേകിച്ച് പാലക്കാട് ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് ഫലം അതായിരുന്നല്ലോ. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ പാലക്കാട്ട് ജയിച്ചത് മറ്റൊരാളാണ്. അതെ, അത് ഷാഫിയാണ്. ഷാഫി ഒരു ഫാക്ടറായി കേരള രാഷ്ട്രീയത്തിലെ നിർണായകമായ ഒരു പ്രതിഭാസമായി, അതല്ലെങ്കിൽ ഒരു മിന്നുന്ന, ഒരുപക്ഷെ ഇനിയൊന്നും അതിവേഗത്തിൽ മങ്ങിപ്പോകാനിടയില്ലാത്ത ഒരു താരോദയമായി ഷാഫി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പോടുകൂടി. എങ്ങനെ കാണുന്നു പ്രശാന്ത് ആ നിരീക്ഷണത്തെ? തീർച്ചയായിട്ടും മാഷേ, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്, അതായത് 2011 മുതൽ 2006 മുതൽ ഞാൻ ഷാഫിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ഷാഫി ഒരു MLA ആയിട്ട് കടന്നു വന്ന് ഒരു ക്രമാനുഗതമായ വളർച്ച ഷാഫിക്ക് ഉണ്ടായിട്ടുണ്ട്. വെറും ഒരു MLA ആയിട്ട് ഒതുങ്ങിപ്പോയില്ല. അങ്ങനെ എ ഗ്രൂപ്പും കോൺഗ്രസിനുള്ളിലെ ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന ചെറുപ്പക്കാരുണ്ട്. ചിലരെയൊക്കെ വളർത്താൻ ശ്രമിച്ചിട്ട് അവർ മത്സരത്തിൽ തോറ്റുപോയി, തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയിട്ട് അങ്ങനെ അവർ ഒതുങ്ങിപ്പോയ ആൾക്കാരുണ്ട്. പക്ഷേ അതിൽ വിജയിച്ചു വന്നവരും അങ്ങനെ ഒരു സംസ്ഥാന നേതാവായിട്ട് ഉയർന്നു വരുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടില്ല. അതിനൊരു അപവാദമാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിലിനെ കുറിച്ച് മുമ്പ് നമ്മൾ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിൽ ശരിക്കും ആ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടെന്ന് വടകരയിലേക്ക് പോയി മത്സരിച്ച് വടകരയിൽ ഒരു വലിയ വിജയം നേടിയ ഷാഫി പറമ്പിൽ സത്യത്തിൽ ഒരു മലബാറിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നേതാവാണ് ആയി മാറി. മാഷിപ്പോൾ പറഞ്ഞല്ലോ, ഒരു താരോദയം. ശരിക്കും ഒരു രാഷ്ട്രീയ താരോദയമാണ് അവിടെ അന്ന് മലബാറിൽ സംഭവിച്ചത്. മലബാറിൻ്റെ ഒരു നേതാവ്. ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നമ്മൾ അതിനകത്ത് ഇത് ഈ ജാതി മതം എന്നൊക്കെ പറയുന്നത്, കോൺഗ്രസ്സിൽ ഇതെല്ലാം ഒരു പ്രത്യേക സമവാക്യങ്ങളുണ്ട്. ഈ നമ്മുടെ CPM പോലെയോ BJP പോലെയോ അല്ല. ഈ ജാതി മത സമവാക്യങ്ങൾ കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് കളിക്കാൻ വളരെ പണ്ട് തൊട്ടേ, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ കാലം തൊട്ട്, നമ്മുടെ തിരുക്കൊച്ചി രാജ്യമായിരുന്നപ്പോൾ തൊട്ട്, മലബാർ ആയിരുന്നപ്പോൾ തൊട്ട്, പിന്നെ ഐക്യ കേരളം ഉണ്ടായപ്പോഴൊക്കെ ഇത് വളരെ സമർത്ഥമായിട്ട് കളിക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചിരുന്നു. അങ്ങനെയാണല്ലോ R ശങ്കർ മുഖ്യമന്ത്രിയാകുന്നതും PT ചാക്കോ കടന്നു വരുന്നതും ഒക്കെ നമുക്കറിയാമല്ലോ. ആ രാഷ്ട്രീയമൊക്കെ പനമ്പള്ളി ഗോവിന്ദമേനോൻ, K കരുണാകരൻ, സാക്ഷാൽ ലീഡർ. അപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ തരാതരം പോലെ എന്താ പറയുക, ഈ കരുക്കൾ മാറ്റി ചതുരംഗത്തിൽ മുമ്പോട്ടിറക്കിയും പിന്നോട്ട് വലിച്ചും വെട്ടിയും ഒഴിഞ്ഞും ഒക്കെ കളിക്കുന്ന മാതിരി കോൺഗ്രസ് ഇത് കളിക്കാൻ മിടുക്കരാണ്. അത്രയും മികവ് ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടില്ല എന്നാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് എൻ്റെ വിലയിരുത്തൽ. എതിരഭിപ്രായമുള്ളവരുണ്ടാകും. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത്, ഒരു കാലത്ത് ഈ പറഞ്ഞതുപോലെ സാക്ഷാൽ K കരുണാകരൻ ലീഡർ കടന്നു വരുന്നു, അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഒരു AK ആൻ്റണി കടന്നു വരുന്നു, ഒരണ സമരവുമായിട്ട് വയലാർ രവി കടന്നു വരുന്നു, ഉമ്മൻചാണ്ടി വിദ്യാർത്ഥി KSUവിലൂടെ ഉമ്മൻചാണ്ടി എന്ന നേതാവ് കടന്നു വരുന്നു. ഇങ്ങനെ തുടർന്ന് പിന്നെ നമ്മൾ കാണുന്നത് രമേശ് ചെന്നിത്തല, ഷാനവാസ്, G കാർത്തികേയൻ, ഇങ്ങനെ ഒരു കൂട്ടം നേതാക്കളുടെ ഒരു ഒഴുക്കാണ് നമ്മൾ കോൺഗ്രസ്സിൽ കാണുന്നത്. അത് എനിക്ക് തോന്നുന്നു, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ KC വേണുഗോപാലിനെ വരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ പഴയ ചരിത്രമൊക്കെ വായിച്ചും ലേഖനങ്ങളൊക്കെ വായിച്ചുമൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് KSUവിൻ്റെ നേതാവായി, പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായി കടന്നു വരികയാണ്. പിന്നെ അതിനുശേഷം ഒരു ചെറിയ ഗ്യാപ്പ് വന്നു കോൺഗ്രസ്സിനുള്ളിൽ. ആ ഗ്യാപ്പ് പിന്നീട് മാറുന്നത് നമ്മുടെ ഈ PC വിഷ്ണുനാഥിനെയൊക്കെ പോലെയുള്ളവർ വളർന്നു വരുമ്പോഴാണ്. അപ്പോൾ അതിൽ ഏറ്റവും തിളക്കമുള്ളൊരു നക്ഷത്രമായി മാറിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. അങ്ങനെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഉമ്മൻചാണ്ടി, വയലാർ രവി, AK ആൻ്റണി, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, G കാർത്തികേയൻ, അങ്ങനെയൊക്കെയുള്ള അതിനൊക്കെയും ഒരു സാമുദായിക പ്രാതിനിധ്യമുണ്ട്. പ്രാതിനിധ്യമുണ്ട്. അത് ഞാൻ പറഞ്ഞു, അത് കോൺഗ്രസ്സിന് ഭംഗിയായിട്ട് കളിക്കാൻ അറിയാം.
അത് ആരെ എവിടെ വെച്ച് എങ്ങനെ കളിക്കണമെന്നുള്ളത് കോൺഗ്രസ്സിന് നന്നായിട്ട് അറിയാം. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതൊരു ഒരു 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 സാമൂഹിക രസതന്ത്രമാണ്. ഇത് സമാജത്തിലെ എല്ലാ ഘടകങ്ങളെയും, സമൂഹത്തിലെ എല്ലാ ഘടകങ്ങളെയും ഈ കോൺഗ്രസ്സിനകത്ത് ഇങ്ങനെ കൊണ്ട് ഉൾക്കൊള്ളിക്കാനുള്ളൊരു കഴിവ് കോൺഗ്രസ്സിനുണ്ട്. ആ പാർട്ടിക്കത് ജന്മസിദ്ധമാണ്. അത് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പെട്ടെന്ന് പറയുക ബുദ്ധിമുട്ടാണ്. എന്തായാലും അങ്ങനൊന്നുണ്ട്. അപ്പോൾ അതിൽ ഇന്ന് മലബാറിൽ നിന്ന് ഉദിച്ചിരിക്കുന്ന ഒരു നക്ഷത്രമാണ് ഷാഫി പറമ്പിൽ വാസ്തവത്തിൽ. കാരണം ഇവിടെ നമ്മുടെ ഇദ്ദേഹം തോറ്റുപോയിരുന്നെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ തോറ്റുപോയിരുന്നെങ്കിൽ, നമ്മൾ പോലും ചർച്ച ചെയ്തു, രാഹുൽ മാങ്കൂട്ടത്തിൽ തോറ്റുപോയിരുന്നെങ്കിൽ അതിൻ്റെ പാപഭാരം ചുമക്കേണ്ടി വരിക നമ്മുടെ വി ഡി സതീശനും കെ സി വേണുഗോപാലും ഷാഫി പറമ്പിലുമാണ്. അവർ വലിയ രീതിയിൽ ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അവർ വേട്ടയാടപ്പെടും. തീർച്ചയാണ്. കെ മുരളീധരൻ വെറുതെ ഇരിക്കില്ല, മുല്ലപ്പള്ളി വെറുതെ ഇരിക്കില്ല. ഇവരൊക്കെ പല രീതിയിൽ അള്ളുവെക്കാൻ കാത്തിരിക്കുന്നവരാണ്. ഇരുന്നോട്ടെ. ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള പാരകളെയെല്ലാം മറികടന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്ത് വിജയിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഷാഫിയുടെ മിടുക്കാണ്, കെ സി വേണുഗോപാലിൻ്റെ മിടുക്കാണ്. തീർച്ചയായിട്ടും വി ഡി സതീശനെയും നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. തീർച്ചയായിട്ടും അവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു സജഷൻ വെച്ചിട്ടുണ്ടാവുക തീർച്ചയായിട്ടും ഷാഫിയാണല്ലോ. പാലക്കാട്ട് ഷാഫി ആഴത്തിൽ വേരുകൾ ഉണ്ടാക്കിയൊരു മണ്ഡലം എന്ന നിലയിൽ അല്ല, പാലക്കാടിനെ കുറിച്ചുള്ള ഷാഫിയുടെ ആത്മവിശ്വാസമാണ്. അല്ല, ഷാഫിയുടെ ആത്മവിശ്വാസം, ഷാഫിയുടെ ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിൽ ആ സീറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്ന് നിർത്താൻ വി ഡി സതീശനും കെ സി വേണുഗോപാലും ഒക്കെ തയ്യാറായപ്പോൾ, ആ റിസ്ക് എടുക്കാൻ തയ്യാറായി. അത് തയ്യാറായതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറയുക, അതിൻ്റെ ബെനിഫിഷ്യറി യഥാർത്ഥത്തിൽ ഷാഫിയാണ്. ഇനി അങ്ങോട്ട് ഷാഫിയിന്മേൽ അവർക്കുള്ള വിശ്വാസവും ഡിപ്പെൻഡൻസും കോൺഗ്രസ് പാർട്ടിക്ക് മൊത്തത്തിൽ അപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ വരെ ഷാഫിയുടെ ഒരു വിശ്വാസ്യത വർദ്ധിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ ഘടകം പ്രശാന്ത് പറഞ്ഞ വളരെ ശരിയാണ്. മലബാറിൻ്റെ ഒരു സമഗ്രമായ മുഖമുണ്ട് ഷാഫിക്ക്. കാരണം തെക്കേ മലബാറിൻ്റെ മലബാറിൻ്റെ തെക്കേ അറ്റത്ത് പാലക്കാട്ടുകാരനാണ് ഷാഫി. അതേ സമയത്ത് ഷാഫി കല്യാണം കഴിച്ചിട്ടുള്ളത് കണ്ണൂർ വടക്കേ അറ്റത്തെ കണ്ണൂർ മാഹിയിൽ നിന്നാണ്. ഷാഫി MP ആയിരിക്കുന്നത് ഏതാണ്ട് മധ്യ മലബാർ, വയനാട്, വടകരയിൽ നിന്നാണ്. വടകര എന്ന് വെച്ചാൽ വയനാടൊക്കെ ഉൾക്കൊള്ളുന്ന. അപ്പോൾ അതിൻ്റെ ഒരർത്ഥം ഈ ഷാഫിക്ക് മൊത്തം മലബാറിൻ്റെ ഒരു പ്രാതിനിധ്യമുണ്ട്. ഇനി ഈ സമയത്ത് ഷാഫി എന്ന താരോദയം സംഭവിക്കുന്ന ഒരു കാലം കൂടിയുണ്ട്. കോൺഗ്രസിനകത്തെ മുസ്ലിം ലീഡർഷിപ്പ്, പ്രത്യേകിച്ച് വടക്ക് നിന്നുള്ള മുസ്ലിം ലീഡർ, തെക്ക് നിന്ന് പോലും ഇപ്പോൾ ആരുണ്ട് എന്ന ചോദ്യത്തിന് ഇപ്പോൾ MI ഷാനവാസ് ഇല്ല. മധ്യ കേരളത്തിലുണ്ടായിരുന്ന MI ഷാനവാസാണ്. തെക്കോട്ട് പോയാൽ ഇപ്പോഴും ഉള്ളത് ഒരു MM ഹസനാണ്. അത് ഇപ്പോൾ ഏതാണ്ട് കോൺഗ്രസിലും കേരളത്തിലും ഒക്കെ ഒരു പരിഗണിക്കപ്പെടാത്ത മാറിയിട്ടുണ്ട്. രാഷ്ട്രീയ വിരമിക്കൽ. CP മുഹമ്മദാണ് പട്ടാമ്പിയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം വലിയ അതൃപ്തനാണ്, അനാരോഗ്യം കാരണം അദ്ദേഹവും മാറി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആര്യാടനില്ലാത്ത ഒരു മലബാറുണ്ട്, ആര്യാടനില്ലാത്തൊരു കോൺഗ്രസും ഒഴിഞ്ഞു കിടക്കുകയാണ്. അതൊന്ന്. അതിനിടയിൽ വന്നത് ആര്യാടൻ്റെ മോൻ, ഞങ്ങളുടെ ആര്യാടൻ ഷൗക്കത്ത്, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഷൗക്കത്ത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. ഷൗക്കത്തിന് ഏതൊക്കെയോ തരത്തിലുള്ള സംഘടനാ പ്രശ്നങ്ങൾ വന്നു, നടപടി വന്നു. പിന്നെ ഷൗക്കത്ത് തോൽക്കാനും ഇടയായത് ആര്യാടൻ്റെ മക്കൾ രാഷ്ട്രീയം എന്നാണ്. അത്തരത്തിലുള്ള ദുഷ്പേരുകളൊന്നും ഇല്ല ഷാഫിക്ക്. ഷാഫി സ്വന്തം നിലയിൽ സെൽഫ് മെയ്ഡാണ്, സ്വയം വളർന്നു വന്ന നേതാവാണ്. ദുഷ്പേരുകളൊന്നും ഉണ്ടാക്കാതെ പാലക്കാട് ജയിച്ചു. അവിടെ തുടർച്ചയായിട്ട് ജയിച്ച് വേരുണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ആ ഇമേജോട് കൂടി തന്നെ വടകരയിൽ പോയിട്ട് അവർക്ക് CPM-ന് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിട്ട് അവിടുത്തെ സകലമാന പിന്തിരിപ്പൻ, ഒറ്റവാക്കി പറഞ്ഞ സകല വെരിച്ചാഴികളെ എല്ലാം നടന്നിട്ടും അദ്ദേഹം വലിയ വിജയം നേടി തിരിച്ചു വന്നു. അതൊരു വലിയ ഈ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പക്ഷേ ഇപ്പോൾ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാനതല നേതാവാണ്. അതും പത്തനംതിട്ടക്കാരൻ നേതാവ്. ആ നേതാവിനെ കൊണ്ടുപോയി സ്വന്തം മണ്ണിൽ നിർത്തി വമ്പിച്ച അഭിമാനകരമായ വിജയം. പക്ഷേ ഈ ജാതി പറഞ്ഞ് നമ്മൾ ഇതിനെ വർഗീകരിക്കുകയാണ് എന്ന് കരുതരുതേ. ഈ പത്തനംതിട്ടക്കാരൻ നായരെ കൊണ്ടുവന്ന് പാലക്കാട് മൂത്താന്മാരുടെയും മറ്റും ഇടയിൽ ഇറക്കി വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പാലക്കാട്ട മേത്തന്മാര് അല്ല, എന്താ അതൊരു വിശ്വാസം അല്ലെ? ഞാൻ അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പാലക്കാട് മൂത്താന്മാരാണ്, മൂത്താൻ സമുദായത്തിനാണ് അവിടെ
മൂത്താൻ സമുദായത്തിനാണല്ലോ അവിടെ വോട്ട് കൂടുതൽ. അത് ശരി. അവരുടെ ഇടയിൽ അവരുടെ ഇടയിൽ മത്സരിപ്പിച്ച് അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞത് എന്തായാലും അത് പോസിറ്റീവായ സംഗതിയാണ്. ഇപ്പോൾ അത് ഈ സമുദായത്തിന് അതീതമായി പണ്ട് AK ആന്റണിയെ തിരൂരങ്ങാടിയിൽ കൊണ്ടുവന്ന് മുസ്ലിം ലീഗ് നിർത്തിയപ്പോൾ ആളുകൾ പറഞ്ഞിരുന്നു. അതെ അതെ അതെ. അത് മലപ്പുറത്തിൻ്റെ ഒരു മനസ്സാണല്ലോ. ഈ വന്നവൻ ചേർത്തലക്കാരനാണ്, ഇവൻ ആലപ്പുഴക്കാരനാണ്, ഇവൻ ക്രിസ്ത്യാനിയാണ് എന്നൊന്നും പറഞ്ഞില്ലല്ലോ ആളുകൾ. അപ്പോൾ ലീഗ് വളരെ ലീഗ് അത് കാണിച്ചു. ഇപ്പോൾ കോൺഗ്രസിനും അത് കാണിക്കാൻ പറ്റിയല്ലോ. കോൺഗ്രസും അത് ഏറെക്കുറെ അപ്പോൾ സീറ്റൊക്കെ നോക്കുമ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു മുസ്ലിം മത്സരിച്ച് തുടർച്ചയായിട്ട് ജയിച്ചു പോയൊരു സീറ്റിൽ അവിടെ ഒരു മുസൽമാൻ തന്നെ വേണമെന്ന് അവർ തീരുമാനിച്ചില്ലല്ലോ. ഇല്ല. അപ്പോൾ അത് കോൺഗ്രസിന്റെ ഒരു മതേതര മുഖം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല കേരളത്തിന്റെ ഒരു എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഇടക്കാലത്ത് ഒന്ന് കോൺഗ്രസ് കൈമോശം വന്ന ആ സാമൂഹിക രസതന്ത്രം കോൺഗ്രസിന് തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ. ഞാനൊരു രാഷ്ട്രീയമായ ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. ഞാൻ പ്രശാന്തിനോട് ഒരു സത്യസന്ധമായ ഒരു വിലയിരുത്തൽ ചോദിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ദേശീയ തലത്തിൽ ഒരു തിളക്കമേറിയ മുഖം കൈവന്നിട്ടുണ്ട്. അത് കുറെ കൂടി ശക്തിപ്പെടാൻ ഈ ഷാഫി ഫാക്ടർ ഇടയാക്കുമോ? കേരളത്തിൽ അത് ശക്തിപ്പെടും മാഷേ. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ വലിയ തിരിച്ചടിയാണ്. ജാർഖണ്ഡിൽ BJP അമ്പേ തകർന്നു പോയിട്ടില്ല. അപ്പോൾ ഒരു ദേശീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് ഈ മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് ഒരു നല്ല സൂചനയല്ല. UP മത്സരിച്ച 9 സീറ്റിലും BJP ജയിച്ചു നിയമസഭയിലേക്ക്. പിന്നെ മറ്റ് കർണാടകയിൽ എന്തോ 3 സീറ്റിൽ അവർ തോറ്റു. അവിടെ ഇപ്പോൾ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ജയിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരർത്ഥത്തിൽ ഈ ദക്ഷിണ ഭാരതം, സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് അനുകൂലമാണ്. അത് രാഹുൽ ഗാന്ധിക്ക് ഗുണം ചെയ്യും. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് വിജയം, വയനാട് പ്രിയങ്കയുടെ വിജയവും ഈ നമ്മുടെ ഇവിടുത്തെ പാലക്കാടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിജയവും അത് രാഹുൽ ഗാന്ധിയുടെ ക്രെഡിറ്റിലും കൂടി അവകാശപ്പെടും. കർണാടകയിലെ വിജയവും രാഹുൽ ഗാന്ധിക്ക് സന്തോഷിക്കാൻ വക നൽകുന്നതാണ്. പക്ഷെ അതിലെല്ലാം ഉപരി കേരളത്തിൽ ഒരു പുതിയ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ഒരു പുതിയ AK ആന്റണി ആ ശ്രേണിയിലേക്ക് ഒരാളും കൂടി കടന്നു സുസമ്മതനായ ചെറുപ്പക്കാരൻ, വലിയ ഭാവിയുള്ള ദീർഘകാലത്തേക്ക് രാഷ്ട്രീയ ഇനി അദ്ദേഹത്തിന്റെ ഒരു കാലമാണ് ഭാവി എന്ന് കരുതാം കേരളത്തിന്റെ ഒരു പൊളിറ്റിക്സിൽ. അതേസമയം ആൾ ഇന്ത്യ തലത്തിലെടുക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും ഒരു നോർത്ത് ആൻഡ് സൗത്ത് ഡിവൈഡ് നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസിനുള്ളിൽ കൃത്യമായിട്ട് BJPക്ക് ദക്ഷിണ ഭാരതത്തിലേക്ക് അങ്ങനെ അങ്ങ് കടന്നു കയറാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. അതേസമയം ഉത്തര ഭാരതത്തിന് കോൺഗ്രസിന് തിരിച്ചു വരാനും സാധിച്ചിട്ടില്ല എന്നൊരു കാര്യമുണ്ട്. അതായത് അവിടെ ഇപ്പോഴും മോദി അമിത്ഷാ ഫാക്ടർ അല്ലെങ്കിൽ ആ തരംഗം വളരെ ശക്തമാണ്. മാത്രമല്ല അവർ നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ തെളിവാണ് അതെ മഹാരാഷ്ട്രയിലെ വിജയം. തീർച്ചയായിട്ടും നമുക്ക് ബാക്കിയൊക്കെ കാണാം. നമുക്ക് ആശാവഹമായത് ശുഭപ്രതീക്ഷയോടെ കാണാം, ആശങ്കയോടെ കാണേണ്ടത് ജാഗ്രതയോടെയും കാണാം. ഓക്കെ.